നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം കോൺഗ്രസ് പ്രസിഡന്റായി CBK ജോർജ് ചുമതല ഏറ്റെടുത്തു. കൂത്താട്ടുകുളം നിലവിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന റെജി ജോൺ 5 വർഷം പൂർത്തീകരിച്ചാണ് പ്രസിഡന്റ് പദവി കൈമാറുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലവും നിരന്തരം പാർട്ടി പരിപാടികൾ സംഘടിപ്പിക്കുവാനും അത് വിജയകരമായ ലക്ഷ്യത്തിലെത്തിക്കുവാനും റെജി ജോണിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെയും സത്യസന്ധവും സുതാര്യവുമായ കഠിന പ്രയത്നങ്ങളുടെയും ഫലമാണ് ഇന്ന് കൂത്താട്ടുകുളം നഗരസഭയുടെ ചെയർപേഴ്സണാകുവാൻ സാധിച്ചതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വിൽസൺ കെ ജോൺ പറഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് ജോർജ് എന്നും എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടിയെ നയിക്കുവാൻ സാധിക്കുമെന്നും വിൽസൺ കെ ജോൺ തുറന്നു പറഞ്ഞു. പിറവം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PC ജോസ്, കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ലിസി ജോസ്, സേവദൾ സ്റ്റേറ്റ് സെക്രട്ടറി ബോബി അച്യുതൻ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ NK ചാക്കോച്ചൻ, ബേബി കിരാന്തടം, കൌൺസിലർമാരായ പ്രിൻസ് പോൾ ജോൺ, ഫിസി ഭാസ്കരൻ, ബിജു ജോൺ, ബെന്നി സി വർഗീസ്, മർക്കോസ് സുലഹനൻ, ജോമി മാത്യു, സാറ TS, ലിബി സാബു, രശ്മി CR, വത്സല സജീവൻ, ഷീല AC, രാധ തമ്പി, സുജ സിന്നി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനീഷ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാ പരിപാടികളും അതിന് എൻ്റെ ഒരു കഴിവ് മാത്രമൊന്നുമല്ല, എൻ്റെ കഴിവൊക്കെ വളരെ കുറവുള്ളൂ. ഞാൻ എല്ലാവരെയും വിളിച്ച്, പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നേതാക്കന്മാർ നമ്മുടെ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പോലും അണികളാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എല്ലാവരെയും വിളിച്ച് ചേർത്തുകൊണ്ടാണ് ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ടു പോയത്. ആ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്ന് അനുഭവിച്ചവർ ക്ഷമിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാവരെയും ഈ കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന വിശ്വാസം മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞു, പാർട്ടിയുടെ എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് ജോഡോ യാത്ര വന്നു, അതിനുശേഷം നമ്മുടെ നവസങ്കല്പ യാത്ര വന്നു, അതിനുശേഷം നമ്മുടെ പരിപാടികൾ ഒരുപക്ഷെ കൂത്താട്ടുകുളത്ത് ഒരു കുറവുമില്ലാതെ നമ്മുടെ ജില്ലയിലും നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ, ഏറ്റവും കൂടുതൽ നല്ല പാർട്ടി ഇടുന്ന ഒരു പരിപാടി പോലും നമ്മൾ നടത്താതിരുന്നില്ല. അതെന്റെ കഴിവല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കൂത്താട്ടുകുളത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നടത്തിയിരുന്ന പരിപാടികളൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവല്ല, അത് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ കഴിവ് മാത്രമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്ഥാനം പോലും ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർലമെന്റ് മോഹം പോലും ഇല്ലാത്ത 100 കണക്കിന് കോൺഗ്രസ്സുകാരുടെ നിലകൊണ്ടാണ് ഞാൻ ഈ പദവിയിൽ പോലും, ഞാൻ ചെയർമാൻ എന്ന പദവിയിൽ പോലും കയറിയിരിക്കുന്നത്. ഞാൻ ആദ്യം പറയാതെ പോയത് കുറ്റം ശരിയല്ല. കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കുന്ന ഈ ചടങ്ങ് ഇന്നത്തെ ദിവസം വലിയ അർത്ഥമുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ പുതുയുഗത്തിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇന്ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയമാണ്. ആ ജാഥയുടെ പ്രാധാന്യമൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട് നേരിടുന്ന വലിയ കെടുതിയിൽ നിന്നും ഈ നാടിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ കയ്യിൽ നിന്നും ഈ നാടിനെ മോചനം നേടിയെടുക്കാൻ വേണ്ടി ഈ നാടിൻ്റെ നല്ല നാളേക്കായി ഐക്യജനാധിപത്യത്തിലുള്ള പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാകുമ്പോൾ ശൂന്യമായ ഒരവസ്ഥയിലേക്കല്ല അദ്ദേഹം ഒഴിവാകുന്നത്. കൂത്താട്ടുകുളം നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷക്കാലം കൂത്താട്ടുകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ധീരമായ നേതൃത്വം കൊടുത്തതിൻ്റെ ആ ഒരു പ്രതിഫലമായി അദ്ദേഹം കൂത്താട്ടുകുളം നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം നഗരസഭയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കൂത്താട്ടുകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ശ്രീ സെമി ഒട്ടാരത്തെ
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിഞ്ഞ 5 വർഷം പ്രജീം വിശ്വസിക്കണം ഇവിടെ സ്കറിയാജാതന്നെ നയിച്ചവരെ ഒന്നിച്ച് നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമാണ് കൂത്താട്ടുകുളം നല്ലൊരു മണ്ഡലം കമ്മിറ്റി ഉണ്ടാവുകയും അതുപോലെ തന്നെ അവിടെ നിയമസഭാ ഇലക്ഷൻ വരികയാണ്, വോട്ട് ചേർക്കാനുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര വരികയാണ്. അതൊക്കെ നമുക്ക് ഇതിൽ പങ്കെടുത്ത് നല്ലൊരു വിജയം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. നന്ദി, നമസ്കാരം. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.